അങ്ങനെ ശ്യാം റൂമിൽ റെഡ് റോസ് കൊണ്ടുവച്ചതിന് ശേഷം പുറത്തേക്ക് വരുമ്പോൾ അശ്വിൻ തമ്മിൽ കാണാണ്. ശ്യാം, നിനക്ക് ലാസ്റ്റ് വാർണിംഗ് തന്നതാണ്. നീ ശ്രുതിക്ക് വേണ്ടിയല്ലേ റെഡ് റോസ് വാങ്ങിയത്? അളിയൻ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അളിയനൊന്നിങ്ങ് വന്നേ എന്നും പറഞ്ഞ് ആ കൈ പിടിച്ചുകൊണ്ട് പോവാണ് റൂമിലോട്ട്. എന്നിട്ട് അശ്വിന് കാണിച്ചു കൊടുക്കാട്ടോ, ഇതാ കണ്ടോ, ഈ വീട്ടിൽ ശ്രുതികുമാരി ലക്ഷ്മിക്ക് മാത്രമല്ല റെഡ് റോസ് ഇഷ്ടം, എൻ്റെ ഭാര്യ അഞ്ജലിയുടെയും ഫേവറേറ്റ് ആണ് റെഡ് റോസസ്. എനിക്ക് തോന്നി അവൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും അത് ഇഷ്ടപ്പെടുമെന്ന്. അതുകൊണ്ടാ ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചത്, അല്ലാതെ അളിയന്റെ ഭാര്യയ്ക്ക് ഗിഫ്റ്റ് തരാനൊന്നല്ല. എങ്കിലും അളിയന് എന്നോടുള്ള തെറ്റിദ്ധാരണ മാറിയില്ലല്ലോ എന്ന് ചോദിക്കാട്ടോ ശ്യാം. അല്ലേലും അങ്ങനെ തന്നെയാ, എന്തെങ്കിലും ഒരു കരട് മനസ്സിൽ കുടുങ്ങിയാൽ പിന്നെ എന്തിനും ഏതിനും കുറ്റം തന്നെ കാണും. അതിപ്പോ അളിയനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ അശ്വിൻ റൂമിന് പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ പിറകെ ശ്യാമും വരുന്നുണ്ട്. ആ വാതിൽക്കൽ ഇങ്ങനെ നിന്നിട്ട് പറയുന്നുണ്ട്, അശ്വിൻ സാറാം, റെഡ് റോസ് വാങ്ങിയത് നിന്റെ ഭാര്യ ശ്രുതികുമാരി ലക്ഷ്മിക്ക് വേണ്ടി തന്നെയാണ്, അല്ലാതെ എൻ്റെ ഭാര്യ അഞ്ജലിക്ക് വേണ്ടിയിട്ടല്ല. നിന്റെ മുൻപിൽ ഇനി ഞാൻ ശ്രുതിയോട് അകലം പാലിച്ചേ നിൽക്കുള്ളൂ. നിന്റെ മുൻപിൽ അഞ്ജലിയുടെ ഭർത്താവായി മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരാളായിരിക്കും. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ നിനക്കൊരു അടി തരും, നീ സൂക്ഷിച്ചോ എന്ന് പറയാട്ടോ ശ്യാം. തുടർന്ന് നമ്മുടെ ശ്രുതിയാണെങ്കിൽ അയാൾ എന്നെ ഉദ്ദേശിച്ച് തന്നെ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ശ്രുതിയുടെ മുൻപിൽ ഒരു പ്രതിബിംബം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതേ ശ്രുതി, നിന്നെ ഉദ്ദേശിച്ച് തന്നെയാ. അയ്യോ, ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തും പോയല്ലോ, അത് നീ ചെയ്തത് വളരെ തെറ്റാണ്. എന്തായാലും ഒപ്പിട്ടില്ലെങ്കിലും ക്യാഷ് തിരിച്ചു കൊടുത്തല്ലേ പറ്റൂ. ഇനിയിപ്പോൾ എന്താ ഒരു വഴി? ഞാൻ വല്ല ജോലിക്കും പോയാലോ? അത് വേണ്ട ശ്രുതി, നീ ജോലിക്ക് പോയാൽ അയാൾ പറയും നീ കടം വീട്ടാൻ വേണ്ടി ജോലിക്ക് പോയി എന്ന് പറഞ്ഞ് കലാപം സൃഷ്ടിക്കും. പിന്നെ ഇപ്പം എന്താ ഒരു വഴി? അഞ്ജലി ചേച്ചിയോടോ മുത്തശ്ശിയോടോ ചോദിച്ചാലോ? അത് വേണ്ട, അവരോട് ആദ്യം മുതൽക്കേ പറയേണ്ടി വരും നടന്ന കാര്യങ്ങളെക്കുറിച്ച്. നീ കടം വാങ്ങേണ്ടിയിരുന്നില്ല ശ്രുതി, നീ എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ. എനിക്ക് സത്യം പറഞ്ഞല്ലേ പറ്റൂ, ഞാൻ നിന്റെ മനസാക്ഷിയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കാട്ടോ. അപ്പോൾ പ്രീതി അങ്ങോട്ടേക്ക് വരികയാണ്. ശ്രുതി, നീ ആരോടാ സംസാരിക്കുന്നത്? ആരോടില്ല ചേച്ചി, എന്നോട് തന്നെയാ. ചേച്ചി ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്ന് ഓഫീസ് ക്യാൻറ്റീൻ ലീവാണല്ലോ, അതുകൊണ്ട് ആകാശ് സാറിനുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ചേച്ചി ഇപ്പോൾ ഒന്നും ചെയ്യണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശ്രുതി? അയ്യോ ചേച്ചി, ചേച്ചി ഒന്നും ചെയ്യണ്ട, പകരം ഞാൻ പോയി ചെയ്തോളാം. അല്ലെങ്കിൽ വെറുതെ ഇരുന്നാലേ എൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. അത് വേണ്ട ശ്രുതി, ചേച്ചിക്കുട്ടി അവിടെ എവിടെയെങ്കിലും പോയി ഇരുന്നാൽ മതി, ഞാൻ പോയി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ശ്രുതി അടുക്കളയിലേക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ പ്രീതിയും കിച്ചണിലേക്ക് എത്താണ്. അപ്പോഴേക്കും ശ്രുതി ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. ശ്രുതി, ആർക്കാ നീ ഇത്ര ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അത് ആകാശ് സാറിനും അശ്വിൻ സാറിനും വേണ്ടിയിട്ട്. ആകാശേട്ടന് ഞാൻ ഭക്ഷണം എടുത്തു വെച്ചതാ, പിന്നെ അശ്വിൻ സാറിന് വേണ്ടി ഇത്രയേറെ ഭക്ഷണമോ? അതൊന്നും സാരമില്ല ചേച്ചി, എനിക്ക് ടെൻഷൻ വന്നപ്പോഴേ ഞാൻ എന്തൊക്കെയോ ഉണ്ടാക്കി. അല്ലേച്ചി, ഈ ഭക്ഷണമൊക്കെ എന്ത് ചെയ്യും? നീ അവിടെ മാറിയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് തിന്ന്, കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങിക്കോളും. നിന്റെ വെപ്രാളും പരവേശവും ഒക്കെ അങ്ങ് മാറും ശ്രുതി. ഇല്ലേച്ചി, ഇത്രയേറെ ഉണ്ടാക്കിയിട്ടും എൻ്റെ ടെൻഷൻ ഇതുവരെ കുറഞ്ഞിട്ടില്ല. അതെന്താ നിന്റെ ടെൻഷൻ കുറയാത്തത്? നീ ഇത്രയേറെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തന്നെ നിന്റെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ? നിന്റെ യഥാർത്ഥ പ്രശ്നം എന്താ ശ്രുതി, അത് പറ എന്ന് പറയുമ്പോഴേക്കും അപ്പോൾ അങ്ങോട്ടേക്ക് മനോരമ വരുന്നുണ്ട്. എൻ്റെ മൈ ഗോഡ്, എന്തിനാ ഇത്രയധികം ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഭർത്താക്കന്മാരെ പൊണ്ണത്തടിയന്മാരാക്കാനാണോ ഭാവം എന്ന് ചോദിച്ച് സലാഡിലേക്ക് നോക്കുകയാണ് കേട്ടോ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡെക്കറേറ്റിംഗ്. ഇത് ഹോട്ടലിൽ നിന്ന് വരുത്തിച്ചതാണോ? അല്ല ആൻറ്റി, ശ്രുതി ഉണ്ടാക്കിയതാന്ന് പ്രീതി പറയാണേ. ഓ, അപ്പോൾ സ്വന്തം ആൾക്കാർക്ക് ഇത്ര ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്കറിയാം. ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് കാണിച്ചു കൂട്ടും. അശ്വിനും ആകാശിനും സലാഡ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ എടുക്കാം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റിക്ക് ഞാൻ വേറെ ഉണ്ടാക്കി തരാം. നോ 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 നോ, നീ ഉണ്ടാക്കി തന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അടുക്കി പിടിച്ചതും കരിഞ്ഞു പോയതും ഒക്കെ അല്ലേ, എനിക്ക് ഇത് മതി എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി അങ്ങോട്ടേക്ക് എത്താണ്. എന്താ ആൻറ്റി? അതെ, ഈ സാലഡ് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയാ പറ്റില്ല എന്ന്. അതിന് ആൻറ്റി ഇപ്പോൾ ഭക്ഷണം കഴിച്ചതല്ലേ ഉള്ളൂ, ഇങ്ങനെ കൂടെ കൂടെ ഭക്ഷണം കഴിച്ചാൽ തടി കൂടുകയേ ഉള്ളൂ കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ മനോരമ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ശരിയാണല്ലോ, അല്ലേലും എനിക്ക് സാലഡ് വലിയ പ്രിയമൊന്നുമല്ല എന്ന് പറഞ്ഞ് ആ സാലഡ് അവിടെ വെച്ചിട്ട് പോവാണ് കേട്ടോ.
ഇതെന്താ ശ്രുതി ഇത്രയേറെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇത് കേൾക്കുന്ന പ്രീതി പറയുന്നുണ്ട്, ഞാനും ഇവളോട് ചോദിച്ചു ഇത്രയേറെ ഭക്ഷണം എന്തിനാണെന്ന്. അവൾ ഓർക്കാതെ ഉണ്ടാക്കിയതാന്നാ പറഞ്ഞത്. ആകാശിനും അശ്വിനും ആയിരിക്കും ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. അവിടെയുള്ള സ്റ്റാഫിന് മൊത്തമായിട്ട് കഴിച്ചു തീർക്കാനുള്ളതായിട്ടാ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് ഒരു ഐഡിയ വരികയാണ്. ശരിയാണല്ലോ, ഈ ആഹാരം മുഴുവൻ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് കൊടുത്തു തീർക്കാം. ഞാൻ കാരിയർ എടുത്ത് വരാന്ന് പറഞ്ഞിട്ട് അതെടുത്തു കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ അതിലാക്കിയിട്ട് സമയമായി, ഞാൻ എന്നാ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോവാട്ടോ. കൂടെ ആകാശിന്റെ ഭക്ഷണവും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ശ്രുതി പോയി കഴിഞ്ഞതിന് ശേഷം അഞ്ജലി പറയുന്നുണ്ട്, അയ്യോ അവൾ കുഞ്ഞിന് വെച്ച ഭക്ഷണം കൊണ്ടുപോയില്ലല്ലോ, എങ്കിൽ അവളെ തിരിച്ചു വിളിച്ചോട്ടെ ചേച്ചി എന്ന് പ്രീതി പറയുമ്പം അഞ്ജലി പറയുന്നുണ്ട്, അവള് പോയ പോക്ക് കണ്ട അവൾ ഇനി ഓഫീസിലെത്തിയിട്ട് ബ്രേക്ക് ഇടൂ എന്ന മട്ടിലാണ്, വിളിച്ചിട്ടൊന്നും കാര്യമില്ല പ്രീതി എന്ന് പറയാട്ടോ. അങ്ങനെ ശ്രുതി അശ്വിന്റെ ഓഫീസിലെത്തുകയും സെക്യൂരിറ്റിയോട്, സുഖമല്ലേ ചേട്ടാ? അതെ മേഡം. ഇന്നെന്താ മേഡത്തിന്റെ കയ്യിൽ ബക്കറ്റും വെള്ളമൊന്നുമില്ലല്ലോ? അയ്യോ, ഞാനിവിടെ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. ഇവിടുത്തെ ലഞ്ച് ബ്രേക്ക് ആയോ? ലഞ്ച് ബ്രേക്ക് ആണ്, പക്ഷേ ഇവിടുത്തെ ക്യാൻറ്റീൻ ഇന്ന് അടവാ. ഇവരെല്ലാവരും കൂടി ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് ഞാനൊന്ന് അങ്ങ് ചെല്ലട്ടെ എന്നും പറഞ്ഞ് ഉള്ളിലേക്ക് കയറി പോവാണ്. അതിനുശേഷം സ്റ്റാഫുകളോട് പറയുന്നുണ്ട്, എല്ലാവരും വിശന്നിരിക്കുകയാണല്ലേ? അതെ മേഡം, ബിരിയാണി ഓർഡർ ചെയ്തിട്ട് വന്നിട്ടില്ല. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിന്ന് കൊണ്ടുവന്നതിൽ അധികം ഭക്ഷണം ഉണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും തികയും ചെയ്യും, ഒരു കൈ നോക്കിക്കോളൂ എന്ന് പറയുമ്പോൾ, വേണ്ട മേഡം, ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തിരിക്കല്ലേ, ബിരിയാണി വേണ്ടവർ അത് കഴിച്ചോളൂ. പക്ഷെ ഞാൻ കൊണ്ടുവന്നത് ഹോം മെയ്ഡ് ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമക്കറിയും ആണ്. ഇതിന്റെ മണം കേട്ടാൽ വിശപ്പ് താനെ പുറത്തിറങ്ങും എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്നവർ പറയുന്നുണ്ട്, ശരിയാ മേഡം പറഞ്ഞത് എന്തുമാണാ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആകാശ് ശ്രുതിയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ശ്രുതി, നീ എവിടെയാ? ഞാനിവിടെ ഓഫീസിലുണ്ട്, ഞാൻ ഇതാ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുവന്ന് തരാ എന്ന് പറയണേ. നിങ്ങളൊക്കെ ഇത് എടുത്ത് കഴിക്ക്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും അശ്വിൻ അവിടേക്ക് എത്താണ്. എന്താ ഇവിടെ? അതെ, ഞാൻ ആകാശേട്ടന് ഫുഡും കൊണ്ട് വന്നതാ. അപ്പോഴാണ് ഇവരൊക്കെ വിശന്നിരിക്കാന്ന് അറിഞ്ഞത്. അപ്പോൾ കൊണ്ടുവന്നതിൽ കൂടുതലായ ഭക്ഷണം ഞാൻ ഇവർക്കൊക്കെ കൊടുത്തു, അത് നന്നായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഓർഡർ ചെയ്തിട്ടില്ലേ? അതെ സാർ, ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾ ബിരിയാണി വന്നിട്ട് കഴിച്ചാൽ മതി എന്നങ്ങ് പറഞ്ഞ് അശ്വിൻ പോകുമ്പോൾ ശ്രുതി ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കി പിറകെ പോയിട്ട് ഇങ്ങനെ കൈകൊണ്ട് ആക്കുമ്പോഴേക്കും അശ്വിൻ അങ്ങ് പോവാട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു സ്റ്റാഫ് പറയുന്നുണ്ട്, ബിരിയാണിയൊക്കെ ഇനി എപ്പോൾ വരാനാ? ഞാൻ മേഡം കൊണ്ടുവന്ന് കഴിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് പ്ലേറ്റ് എടുത്ത് വെച്ച് കഴിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഞാനും കഴിക്കട്ടെ മേഡം എന്ന് പറഞ്ഞാൽ, എല്ലാവരും കഴിക്കൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും കഴിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ എല്ലാവരെയും ഭക്ഷണം നന്നായിട്ട് തീറ്റിക്കുകയാണേ. കൂടാതെ ജിലേബിയും, ഫുഡ് നന്നായിട്ടുണ്ട് മാഡം, കൂടാതെ ടേസ്റ്റി ജിലേബിയും, നോ ആഡഡ് കളർ, നോ പ്രിസർവേറ്റീവ്, അതാ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാട്ടോ. അപ്പോൾ ഒരു ലേഡി പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് കഴിച്ചപ്പോഴേ മനസ്സിലായി, എന്നും ഇതുപോലുള്ള ഭക്ഷണം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും മറ്റൊരു ലേഡി പറയുന്നുണ്ട്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കുന്ന പോലെയല്ലല്ലോ കടയിൽ വെക്കുന്ന ബിരിയാണി, എന്നും ഇതുപോലുള്ള ഫുഡൊക്കെ കഴിച്ചിരുന്നെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നിങ്ങളൊക്കെ സീരിയസ് ആയിട്ട് പറയാണോ? അതെ മേഡം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ മുതൽ എന്താ വേണ്ടതെന്ന് പറഞ്ഞോ, ഞാൻ കൊണ്ടുവന്ന് തരാം, പക്ഷേ ഇന്നത്തെ പോലെ ഫ്രീ അല്ല കേട്ടോ, ഞങ്ങൾ ക്യാഷൊക്കെ തരാം മേഡം. അല്ല, ആർക്കൊക്കെ വേണമെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ഓരോരുത്തരായി കൈ പൊക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ എത്തുക കേട്ടോ. എന്താ ഇവിടെ? അതെ, ഞാൻ കൊണ്ടുവന്ന ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടമായി, നാളെയും ഇങ്ങനെയുള്ള ഭക്ഷണം കൊണ്ടുവരാനാണ് ഇവർ പറയുന്നത് എന്ന് പറയുമ്പോൾ അശ്വിൻ പറയും, നോ, അതിൻ്റെ ആവശ്യം, പെട്ടെന്ന് കഴിച്ചിട്ട് എല്ലാവരും വർക്ക് ചെയ്യാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാട്ടോ. ഇതുപോലുള്ള ഒരു മുരടൻ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. അതിനുശേഷം ആ സെക്യൂരിറ്റി ആ കാരിയർ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. ചേട്ടാ, ഇതിലുള്ള 2 ടിഫിൻ ബോക്സ് കാണുന്നില്ലല്ലോ, ആകാശ് സാറിൻ്റെ റൂമിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാഡം. ഓക്കെ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കണ നേരത്ത് അശ്വിനാണെങ്കിൽ ക്യാബിനിൽ ഇരുന്നിട്ട് ഫുഡ് നല്ല അടിച്ചു മാറുകയാണ് കേട്ടോ. ഇത് കാണുന്ന ശ്രുതി പറയുന്നുണ്ട്, അത് ശരി, എല്ലാവരുടെയും മുമ്പിൽ ജാട കാണിച്ചിട്ട് ഇവിടെ ഇതാണല്ലേ പരിപാടി എന്നിങ്ങനെ ഓർക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ അശ്വിനാണെങ്കിൽ ചപ്പാത്തിയും കഴിച്ചു കഴിഞ്ഞിട്ട് ജിലേബി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്